പ്രേമഗീതമാ എന്നീശുനാഥാ നീ എൻ പ്രേമഗീതമാ എന്നീശുനാഥാ നീ. എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് നാലാഞ്ചിറ ബദനി നവജീവൻ പ്രോവിൻസ് ആശ്രമാംഗം ഫാദർ ഡാനി മാത്യു OACHന്റെ ദൈവവിളി അനുഭവങ്ങളാണ്. പത്തനംതിട്ട ജില്ലയിൽ കിഴവള്ളൂർ കൊല്ലംപറമ്പിൽ വീട്ടിൽ മാത്യു ലില്ലി ദമ്പതികളുടെ മകനായി ജനിച്ച ഫാദർ ഡാനി മാത്യു 2005 ബദനി ആശ്രമത്തിൽ അംഗമായി ചേർന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ഡാനി മാത്യു OAC. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിലെ കിഴവള്ളൂർ എന്ന സ്ഥലത്താണ്. കോന്നിക്കടുത്തായിട്ടാണ് ആ സ്ഥലം വരിക. എൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം എപ്പോഴും പറയാറുള്ളത് ഫാദർ ഡാനി മാത്യു OIC എന്ന് മാത്രമേ പറയാറുള്ളൂ. ആശ്രമത്തിൽ വ്രതം എടുത്തതിന് ശേഷം OIC എന്നൊരു പേരിന് ചേർത്തുകൊണ്ട് നൽകപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ ഒരു നാമമാണ് OIC, ഓർഡർ ഓഫ് ദി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, മിശിഹാനുകരണ സന്യാസ സമൂഹം. അപ്പോൾ ആ നാമം മതി എന്നുള്ള ചിന്ത മനസ്സിനകത്ത് കയറിയതിന് ശേഷം വീട്ടുപേര് ഞാൻ ചേർക്കാറില്ല, അല്ലെങ്കിൽ വെക്കാറില്ല. ഞാൻ ഓർമ്മ വെച്ച സമയം മുതൽ ഞാൻ കാണുന്ന എല്ലാം ബദനി അച്ഛന്മാരെയാണ്. എനിക്ക് മാമോദീസ നൽകിയതും എന്നെ കുർബാനയ്ക്ക് ചൊല്ലാൻ അല്ലെങ്കിൽ കുർബാനയ്ക്ക് കൂടാനൊക്കെ പഠിപ്പിച്ചതും കുർബാന ആദ്യമായിട്ട് സ്വീകരിക്കാനുള്ള സമയത്ത് ഒരുക്കിയതും എല്ലാം ബദനി അച്ഛന്മാരും ബദനി സിസ്റ്റേഴ്സും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരോട് കൂടുതൽ മമതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ചെറുപ്പകാലത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂൾ പോലും ബദനി അച്ഛന്മാർ നടത്തിക്കൊണ്ടിരുന്ന സ്കൂളാണ്. എന്താണ് എൻ്റെ ദൈവവിളിയുടെ പ്രചോദനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കണ്ടതും കേൾക്കുന്നതും അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ ജീവിക്കുന്നതും പഠിക്കാനായിട്ട് പോയ സമയത്ത് കാണുന്നതും എല്ലാം ബദനി അച്ഛന്മാരെയായിരുന്നു. അപ്പം ഒരിക്കൽ എൻ്റെ മനസ്സിനകത്ത് പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണ്, എന്തുകൊണ്ട് എനിക്ക് ഈശോയെ അനുഗമിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചുകൂടാ. അപ്പോൾ അത് ഈ ബദനിയിലൂടെ തന്നെ ആകുമ്പോൾ അത് കൂടുതൽ മനോഹരമാകുമെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ കാണുന്നതും കണ്ടതും ഒക്കെ ഈ കാവ്യവസ്ത്രമാണ്. ഇതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് എന്നോട് ചോദിക്കുകയാണ്, എനിക്ക് ദൈവവിളിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് എൻ്റെ അപ്പനെ പറ്റിയായിരിക്കും. കാരണം ഞാൻ അപ്പനിൽ കാണുന്നൊരു പ്രത്യേകത, ഒരു പ്രാർത്ഥനകൾക്ക് പോലും മുടക്കം വരുത്താതെ വെളുപ്പിനെ എഴുന്നേറ്റ്, ഞങ്ങളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേ നടക്കാൻ പോകും. ഞാൻ പലപ്പോഴും ഒരുപാട് പ്രായമായതിനു ശേഷമൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പനോട്, എന്തിനാ ഈ വെളുപ്പിന് ഇത്ര രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നത്? അതൊരു ശീലമായിപ്പോയി എന്നാണ് പറയുന്നത്. വർഷങ്ങളായിട്ട് അപ്പം കൊണ്ടു നടക്കുന്നൊരു ശീലമാണ്. വെളുപ്പിന് 3 മണി 3:30 ആകുമ്പോഴേ എഴുന്നേൽക്കും, ഒരു നടപ്പ് നടക്കും, തിരിച്ചു വരും, റൂമിനകത്തോട്ട് കയറി ലൈറ്റും ഫാനും ഒക്കെ ഓണാക്കി ബൈബിളും എടുത്ത് പ്രാർത്ഥനാ പുസ്തകം എടുത്ത് രാവിലെ ഉള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നൊരു അപ്പനെയാണ് ഞങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അപ്പനോട് ഞാൻ ചോദിക്കും, എന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അപ്പന് മടുപ്പൊന്നും തോന്നാറില്ലേ? അപ്പോൾ അപ്പൻ എപ്പോഴും എന്നോട് പറയുന്നൊരു കാര്യം, എപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും അല്ലെങ്കിൽ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും അതിന് കൂടുതൽ താല്പര്യം ഉണ്ടായിട്ടുള്ളതല്ലാതെ ഒരിക്കലും അതിനൊരു മടുപ്പ് വന്നിട്ടില്ലെന്നാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പൻ ചെയ്യുന്ന ചില ചെറിയ കാര്യങ്ങൾ പോലും നമ്മളുടെ ജീവിതത്തിന് പ്രചോദനം ഉണ്ടാകാറുണ്ട്. ആരൊക്കെ അപ്പനോട് വന്ന് ദേഷ്യപ്പെട്ടാലും ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടെ എല്ലാത്തിനെയും സന്തോഷത്തോടുകൂടെ നേരിടുന്നൊരു അപ്പനെ കാണുന്നത്. അമ്മ എപ്പോഴും പള്ളിയിലൊക്കെ പോയി കുർബാനയ്ക്കൊക്കെ കൂടി വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നൊരു അമ്മയാണ്. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ഹൈസ്കൂൾ പഠനം പൂർത്തീകരിച്ച മൈലപ്ര മൗണ്ട് ബദനി ഹൈസ്കൂളിലെ അധ്യാപകരായ ബദനി അച്ഛന്മാരുടെയും സിസ്റ്റർമാരുടെയും പ്രചോദനവും മാതൃ ഇടവകയായ കിഴവള്ളൂർ സെന്റ് പീറ്റേഴ്സ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ സേവനം ചെയ്ത ബദനി ആശ്രമാംഗങ്ങളായ വൈദികരുടെയും സന്യാസിനികളുടെയും ജീവിതത്തിൽ ആകൃഷ്ടനായി സന്യാസ പുരോഹിതനാകണം എന്ന മോഹം കൗമാരകാലത്ത് തന്നെ ഉള്ളിൽ രൂപം കൊണ്ടു. ജീവനേ സ്വന്തമേ
2005 ഞാൻ ആദ്യമായിട്ട് ആശ്രമത്തിൽ ചേരുന്നത്. അപ്പം ആഗ്രഹം അത്രമാത്രം തീക്ഷ്ണമായിട്ട് നിൽക്കുന്ന സമയത്താണ് 10ാം ക്ലാസ്സിൻ്റെ സമയത്ത് ഞങ്ങളുടെ അവധിക്കാല ക്യാമ്പുണ്ട്. പള്ളികളിൽ നടത്താറുള്ള അവധിക്കാല ക്യാമ്പ് BBS എന്ന് പറഞ്ഞ ഞങ്ങളുടെ അച്ഛന്മാർ തന്നെ ബദനി അച്ഛന്മാരുടെ നേതൃത്വം നടത്തുന്ന ഒരു ക്യാമ്പാണ്. ബദനി ഷമ്മാശന്മാരാണ്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന തിയോളജിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷമ്മാശന്മാരാണ് ക്യാമ്പ് നടത്താനായിട്ട് വരിക. അപ്പോൾ അവർ ഞങ്ങളുടെ പള്ളിയിലേക്ക് കടന്നു വന്ന് ക്യാമ്പൊക്കെ നടത്തി കഴിയുമ്പോൾ അവരെ കണ്ടപ്പോൾ കൂടുതൽ ഉണ്ടായിരുന്നൊരു തീക്ഷ്ണത, ഒരു തീ എന്ന് പറയുന്ന ചെറിയൊരു തീപ്പൊരിയായിരുന്നു. ആ തീപ്പൊരി അങ്ങ് ആളിക്കത്തിയെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞപ്പം അടുത്തൊരു സ്റ്റെപ്പാണല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ അടുത്തൊരു സ്റ്റെപ്പാണ്. അടുത്ത +2 പഠിക്കാൻ ഏത് കോളേജിൽ പോകണം, ഏത് സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം എന്നൊക്കെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയം ഞാനും ആ ചർച്ചയ്ക്കകത്തൊക്കെ കൂടാറുണ്ടായിരുന്നു. എവിടെ പോകണം, ഇന്ന സ്ഥലത്ത് പോകണം, അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുമെന്നൊക്കെ പല ചർച്ചകളൊക്കെ, ഇഷ്ടംപോലെ ചർച്ചകളൊക്കെ വന്ന സമയമാണ്. അപ്പം ആ ചർച്ചകളിലൊക്കെ ഞാനും കൂടി. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു ചെറിയൊരു സ്പാർക്ക്, ഒരു ചെറിയ തിരുനാളം, ആ ഒരു ചെറിയ തിരുനാളം അച്ഛന്മാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ആ BBS ക്യാമ്പിലൂടെ എനിക്ക് ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം അച്ഛന്മാരുടെ കൂടെ സന്തോഷിക്കുമ്പോഴും, അല്ലെങ്കിൽ അവരോട് ദൈവവചനം പഠിക്കുമ്പോഴും, ഓരോ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോഴും, പാട്ടുകൾ പാടുമ്പോഴും, ഡാൻസുകൾ കളിക്കുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിനകത്ത് ആ ദൈവത്തിൻ്റെ ചൈതന്യം അങ്കുരിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. അത് പൂർണ്ണമായിട്ട് കത്തി ജ്വലിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഉടനെ തന്നെ അപ്പനോട് എന്ന് പറഞ്ഞത്, ആ ക്യാമ്പ് തീരുന്നതിന് മുമ്പ് ഒരു പേപ്പർ ഫില്ല് ചെയ്യാൻ തരും. അപ്പം നമ്മുടെ ദൈവവിളി ഉണ്ടോ, അല്ലെങ്കിൽ ദൈവവിളിക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ലഘുലേഖ പോലെ അതിനകത്ത് പൂരിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ പേരും അപ്പൻ്റെ പേരും അമ്മയുടെ പേരും ഒക്കെ പൂരിപ്പിക്കുന്ന ചെറിയൊരു പേപ്പർ തന്നു. അപ്പോൾ ഇനിയിപ്പോഴും ഓർക്കുന്നുണ്ട്, ദൈവവിളിയുടെ കോളത്തിൽ എന്താകാനാണ് ആഗ്രഹം എന്നുള്ള കോളത്തിൽ ഞാൻ ഇപ്പോഴും എഴുതിയിട്ടുള്ളത് ഒരു വൈദികനാകണം, സന്യാസ വൈദികൻ ബദനി ആശ്രമത്തിൽ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും നടക്കുമെന്നുള്ളതിനൊരു തെളിവായിട്ട് എനിക്ക് അങ്ങനെ തോന്നി, ഒരു പ്രചോദനമായിട്ടാണ് തോന്നിയത്. ആ സമയത്ത് ഞാൻ എഴുതി കൊടുത്തു. ശേഷം അപ്പനോട് എന്ന് പറഞ്ഞു, അപ്പ എനിക്ക് പോകണം, ഒരു മടിയും കൂടാതെ അപ്പം പറഞ്ഞ് പോകാം. എന്നെ ആശ്രമത്തിൽ കൊണ്ടാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ആരും വന്നിട്ടില്ല. അപ്പനും അപ്പൻ്റെ ചേട്ടനും കൂടെ മാത്രം വന്നാണ് ആശ്രമത്തിൽ കൊണ്ടാക്കിയത്. 2005 ജൂൺ മാസം ആശ്രമത്തിൽ വന്ന് ചേർന്നു. അവിടെ മുതൽ ഇപ്പോൾ വരെയുള്ള എൻ്റെ സമയം മുഴുവനും അപ്പനും അപ്പൻ്റെ ചേട്ടനും, എൻ്റെ അപ്പൻ്റെ കുടുംബത്തിൽ 5 മക്കളാണ്, 5 ആൺമക്കളാണ്. അപ്പം ഈ 5 ആൺമക്കളും സന്തോഷത്തോടെ എപ്പോഴും ജീവിക്കുന്നതാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. എന്ത് കാര്യത്തിനുണ്ടെങ്കിലും അപ്പൻ്റെ മൂത്തത് ഒരു ചേട്ടനാണ്, അപ്പൻ്റെ താഴെ 3 പേര്, അങ്ങനെ 5 പേരാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അനിയന്മാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മൂത്ത ചേട്ടനോട്, എൻ്റെ അപ്പനോട് വന്ന് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ കുടുംബത്തിനകത്ത് നമ്മുടെ കുടുംബമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കാം. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് കുടുംബങ്ങളാണ്. അപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ പേഴ്സണൽ ആവശ്യമായിരിക്കാം. പക്ഷേ എന്ത് കാര്യം ഉണ്ടെങ്കിലും വന്ന് ചോദിക്കുന്നതാണ് കണ്ടുള്ളത്. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അപ്പനോട് വന്ന് ചോദിക്കുന്നത്? ആ അപ്പൻ്റെ ഒരു നേച്ചറുണ്ട്, ഞാൻ കണ്ടിട്ടുള്ള അപ്പൻ്റെ ഒരു പ്രകൃതം. എന്ത് കാര്യത്തെയും കേൾക്കാനൊരു മനസ്സുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും, അതെത്ര സങ്കടകരമായിട്ടുള്ള കാര്യം, എത്ര സന്തോഷമാണെങ്കിലും, എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം, എത്ര പ്രയാസമാണെങ്കിലും അത് കേട്ടിരിക്കാനൊരു മനസ്സുണ്ട് അപ്പന്. അപ്പോൾ ആ കേട്ടിരിക്കുന്ന മനസ്സ് ഉള്ളതുകൊണ്ട് അതിനെ എങ്ങനെങ്കിലും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ 10ാം ക്ലാസ് വരെ പാസ്സായിട്ടുള്ളൂ, പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് അപ്പൻ ശ്രമിക്കാറുണ്ട്. അത് അപ്പൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തന്നെ ഞാൻ കാണും. അവിടെ നിന്നാണ് എനിക്കും ആ ഒരു തീക്ഷ്ണത ഉണ്ടായിരുന്നതും. എനിക്കിപ്പോഴും ആൾക്കാരെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് എഴുതി തുടങ്ങിയത്, എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കാര്യത്തെ കണ്ടാലും ആ കാണുന്ന കാര്യത്തെപ്പറ്റി എഴുതിയിടണമെന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അത് ഞാൻ ആശ്രമത്തിൽ വന്ന 1ാമത്തെ 2ാമത്തെ വർഷം കണ്ടാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ചെറിയ കാര്യങ്ങൾ എഴുതി തുടങ്ങി. അതിപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആരെ കണ്ടാലും, ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സന്തോഷം തോന്നിക്കഴിഞ്ഞാൽ, ആ ആളെപ്പറ്റി നമുക്കൊരു പ്രചോദനം തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പങ്കുവെക്കണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ എഴുതാറുണ്ട്. അപ്പോൾ ഇതെവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ കാണിച്ചു തന്നിട്ടുള്ള മാതൃക തന്നെയാണ്. കാരണം എൻ്റെ അപ്പനും ഈ സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് ജീവിക്കുന്നത് കാണുമ്പം അപ്പനോട് സഹകരിച്ച് ഓരോ കാര്യങ്ങളും ചോദിച്ചും പറഞ്ഞും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ട്, എനിക്കും വളർന്നു വരുമ്പോൾ ഒരു വൈദികനായി കഴിയുമ്പം മറ്റുള്ളവരെ കേൾക്കണം, അവരുടെ കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാരെ കേൾക്കാനും, അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളിൽ നമ്മളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ. ദൈവം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സഹോദരനെ അയൽക്കാരനെ സ്നേഹിക്കാൻ. ആ ഒരു സ്നേഹം കൊടുക്കാനായിട്ട് ഇപ്പോഴും ശ്രമിക്കാറുണ്ട്. 2005 ആദ്യമായിട്ട് തിരുവനന്തപുരത്തോട്ടാണ് വന്നത് ആശ്രമത്തിലോട്ട് ചേരാനായിട്ട്. ഇപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ
നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരുപാട് കാവ്യവസ്ത്രധാരികളായിട്ടുള്ള അച്ഛന്മാർ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ആശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത്രയും പ്രായമായിട്ടുള്ള മനുഷ്യന്മാരൊക്കെ എന്തിനാ ഞങ്ങൾ ചെറുപ്പക്കാരാണ്, ആശ്രമത്തിലോട്ട് പിച്ച വെച്ച് നടക്കാനായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങുന്നില്ല, വന്ന് കയറുന്നതേ ഉള്ളൂ. കാവ്യവസ്ത്രധാരികളുടെ പുരോഹിതന്മാർ ചേർന്ന് നിന്നിട്ടാണ് ഞങ്ങളെ ആശ്രമത്തിനുള്ളിലേക്ക് സ്വീകരിച്ചത്. അതൊരു സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. ഒരുമിച്ചുള്ളൊരു ജീവിതമാണ് ഞങ്ങളുടേത്. ബദനിയാശ്രമത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ സന്യാസ വൈദികരുടെ ജീവിതം ഒരുമിച്ചുള്ള ജീവിതമാണ്. ഒരുമിച്ച് ഭക്ഷിക്കുക, ഒരുമിച്ച് ജീവിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് മുമ്പോട്ട് പോവുക. ഇത് എൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും പ്രചോദനം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു കുടുംബമായിട്ട് കഴിയുമ്പോൾ ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്. അപ്പോൾ ആ കുടുംബത്തെക്കാട്ടിലും മനോഹരമായിട്ട് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുമിച്ചുള്ള ചർച്ച, ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സാന്ത്വനിപ്പിക്കാനോ നമ്മളെ സന്തോഷിപ്പിക്കാനോ നമ്മുടെ ഹൃദയം പങ്കുവെക്കാനോ ആരെങ്കിലും ഒരു പുരോഹിതനോ ഒരു സഹോദരനോ നമ്മുടെ ചുറ്റും കാണും. ഇത് ഈ കൂട്ടായ ജീവിതത്തിൻ്റെ, ഈ സമൂഹ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഈ സമൂഹ ജീവിതത്തിലുള്ളതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത്. അങ്ങനെ നീണ്ട 10-12 വർഷത്തെ പഠനങ്ങൾക്ക് ശേഷം 2017 ജനുവരി മാസം 7-ാം തീയതി വൈദികനായിട്ട് അഭിഷിക്തനായി. നിന്നെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. 2017 ജാനുവരി 7-ാം തീയതി പുരോഹിതനായി അഭിഷിക്തനായി. തുടർന്ന് ബദനി നവജീവൻ പ്രൊവിൻസിന്റെ കീഴിലുള്ള പശ്ചിമ ബംഗാൾ, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മിഷൻ ഫീൽഡുകളിൽ സേവനം ചെയ്തു. പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. അതിനുശേഷം ഉള്ള കാര്യങ്ങൾ രണ്ടാമത്തെ ഫേസായിട്ട് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്റ്റഡി ഫേസായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ആഗ്രഹം ഉണ്ടായിരുന്നു, ആഗ്രഹത്തെ മുമ്പോട്ട് വളർത്താനായിട്ടുള്ള പരിശ്രമം ഉണ്ടായി, അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അവിടെ വെച്ച് വൈദികനായി അഭിഷിക്തനായി എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കൊൽക്കട്ടയിലാണ്. അപ്പോൾ കൊൽക്കട്ടയിൽ ഏകദേശം ഒരു 100 കിലോമീറ്റർ അപ്പുറത്തുള്ള, നമ്മൾ ആശ്രമത്തിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലോട്ടാണ് ഞങ്ങൾ മിഷനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അന്ന് ഞങ്ങളെ സഹായിക്കാനായിട്ട് വില്ലേജിൽ നിന്നുള്ള 1-2 ആൾക്കാരുണ്ട്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിനോട് ഒരുപാട് പുറമോട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ ഉള്ളവർ. കൊൽക്കട്ട സിറ്റിയെ പറ്റി നമ്മൾ കേട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. വളരെ ഫാസ്റ്റ് ഗ്രോയിങ് സിറ്റി, അല്ലെങ്കിൽ നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ തന്നെയാണ്, നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റിയാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ 100-110 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിയുമ്പം പ്രോപ്പർലി അങ്ങോട്ട് സഞ്ചരിക്കാനായിട്ടുള്ള വാഹനമില്ല. അപ്പോൾ അങ്ങോട്ട് കടന്നു ചെല്ലുന്നവരൊക്കെ വള്ളത്തിൽ കടന്നിട്ടാണ് പോകുന്നത്. അവർ അവശ്യ സാധനങ്ങൾ മേടിക്കാൻ പോലും ആണെങ്കിലും ഈ കടത്തുവഞ്ചി, നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ കാലത്ത് കേട്ടിട്ടുള്ള കടത്തുവഞ്ചി കടന്ന് ഇപ്പുറത്ത് കരയിലേക്ക് വന്ന് അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് തിരികെ പോകുന്ന ഒരു പ്രക്രിയ, അത് ദിവസവും അത് തന്നെ അവർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ കൂടെ ആയിരിക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ വിചാരിച്ചു, അച്ഛനായി കഴിഞ്ഞ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ നാട് കേരളം, പക്ഷേ ഇതൊക്കെ വിട്ട് കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യഥാർത്ഥത്തിൽ ഈശോ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലായി തുടങ്ങിയത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം, നമ്മുടെ ഒരു ഉദ്ദേശം ഒക്കെ മനസ്സിലായി തുടങ്ങിയത് അന്നാണ്. ആൾക്കാരുടെ കൂടെ താമസിക്കുമ്പോൾ, അവരോട് കൂടെ ഇടപെടുമ്പോൾ, അവർക്ക് മലയാളം അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് കടന്നു ചെന്ന സമയമാണ്. ആകെ അറിയാവുന്ന ബംഗാളി മാത്രമാണ്, ഹിന്ദിയും അറിയത്തില്ല. അപ്പം ഹിന്ദിയിലൂടെ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ മനസ്സിലാവും, ഈ TV സീരിയലൊക്കെ കണ്ടുകൊണ്ട് അവർക്ക് ചിലർക്കൊക്കെ മനസ്സിലാവും. അതിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് ആർക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പം അങ്ങനെ ഏകദേശം 7-8 മാസങ്ങളോളം എല്ലാ മാസവും 3-4 തവണ വെച്ച് വില്ലേജുകളിലേക്ക് കടന്നു ചെന്നു. അവരോടുകൂടെ ദൈവത്തെ എനിക്കറിയാവുന്ന ഭാഷയിൽ, അറിയാവുന്ന രീതിയിലൊക്കെ ദൈവത്തെ പങ്കുവയ്ക്കാനായിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തി. അതിനുശേഷം രണ്ടാമത്തെ അപ്പോയിൻമെൻറ്റായിട്ട് എനിക്ക് ലഭിച്ചത് ത്രിപുരയിലേക്കായിരുന്നു. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഏകദേശം ബംഗ്ലാദേശിൻ്റെ ഇൻ്റർനാഷണൽ ബോർഡറിനകത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ട്രൈബൽ ജനങ്ങളുടെ ഇടയിലാണ് ഞങ്ങൾ താമസിച്ചത്. ഏകദേശം 4 വർഷത്തോളം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ലോക്കൽ ലാംഗ്വേജ് കോക്ക് ബ്രോക്ക് എന്ന് പറയും. ആ കോക്ക് ബ്രോക്ക് പഠിച്ച് അവരുടെ കൂടെ അവരുടെ പാട്ടുകളൊക്കെ പാടി
അപ്പോൾ അവരോട് ദൈവവചനമൊക്കെ പ്രസംഗിച്ച്, അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഏകദേശം വളരെ കുറച്ച് ദിവസം കൊണ്ട് ആ ഭാഷയൊക്കെ പഠിച്ച് ആ ഭാഷയിലൊക്കെ കുർബാനയും ചൊല്ലി. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലിപി ഇല്ലാത്തൊരു ഭാഷയാണ്. ബംഗാളി അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല. വളരെ ചുരുക്കം ചില ആൾക്കാരൊക്കെ അവർ ഈ നാട് വിട്ട് പുറത്തു പോകുന്നവരല്ല. ഈ അഗർത്തല എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ മാറിയാണ് ഈ ഞങ്ങൾ താമസിച്ച റൈഷേവാരി എന്ന് പറഞ്ഞൊരു ഗ്രാമം. ഈ ഗ്രാമത്തിലോട്ട് കടന്നു ചെല്ലാൻ പ്രത്യേകിച്ച് വാഹന സൗകര്യങ്ങളില്ല. ദിവസം രാവിലെ വെളുപ്പിന് ഒരു 5:30 ഒരു ജീപ്പ് സിറ്റിയിലേക്ക് പോകും, വൈകുന്നേരം ഒരു ജീപ്പ്, ഉച്ചയ്ക്ക് ശേഷം ഒരു ജീപ്പ് തിരിച്ചു വരും. ഇത് മാത്രമാണ് അവർക്ക് പുറം ലോകമായിട്ടുള്ളൊരു ബന്ധം. നമ്മുടെ കേരളത്തിൻ്റെ ഒരു 10-40 വർഷം പുറകിലോട്ട് എങ്ങനെയാണെന്ന് ചിന്തിക്കാമോ അത്രയും ഡെവലപ്ഡ് അല്ലാത്തൊരു സ്ഥലമാണ്. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും പുറത്തേക്ക് പോകണം. അപ്പോൾ ഹോസ്പിറ്റൽ സൗകര്യം ചെറുത് വേണമെങ്കിൽ ഏകദേശം 30 കിലോമീറ്റർ അപ്പുറത്ത് പോകണം. ഇനിയും കുറച്ചുകൂടെ കൂടിയ അസുഖങ്ങൾ വല്ലതും ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ 90 കിലോമീറ്റർ അപ്പുറത്തേക്ക്. ഇനിയും സ്പെഷ്യലൈസ്ഡായിട്ട് എന്തെങ്കിലും ചികിത്സ വേണമെന്നുണ്ടെങ്കിൽ 150 കിലോമീറ്റർ മാറി അഗർത്തലയിലേക്ക് വരണം. അപ്പം നല്ല രീതിയിൽ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരാൾക്കാരടക്കാണ് ഏകദേശം ഒരു 4 വർഷത്തോളം താമസിച്ചത്. ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ആദ്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ആകെ അറിയാവുന്ന ഹിന്ദി ആയിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ പറയുന്ന കാര്യം എങ്ങനെയോ ഏതൊക്കെയോ രീതിയിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ദൈവം തമ്പുരാൻ ഇടപെടലിലായിട്ടാണ് തോന്നുന്നത്. എനിക്കറിയാവുന്ന ഭാഷ ഞാൻ സംസാരിക്കുന്നു, അതിനകത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ ഹിന്ദിയിൽ സംസാരിക്കുന്നു, ഹിന്ദിയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കോക്ക്ബ്രോക്കിലേക്ക് പറയാൻ ആൾക്കാരുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഭാഷ പഠിച്ചു തുടങ്ങിയത്. ഭാഷ പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ ഹിന്ദിയും കോക്ക്ബ്രോക്കും ഒക്കെ മിക്സ് ചെയ്ത് സംസാരിച്ച് തുടങ്ങി. അപ്പം ആൾക്കാർക്ക് ഇടയിലേക്ക് ജീവിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മൾ കൃത്യമായിട്ട് ആരാണെന്നും, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്താണെന്നും, നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താണെന്നും, നമ്മളൊക്കെ എന്ത് സൗകര്യത്തോടാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലായി തുടങ്ങിയത് അപ്പോഴാണ്. സ്നേഹമേ, പ്രേമമേ. മാതാപിതാക്കളുടെ പ്രാർത്ഥനാ ജീവിതവും കൗമാരകാലത്ത് തന്നെ ലഭിച്ച ദൈവവിളി അനുഭവങ്ങളും കൈമുതലാക്കിക്കൊണ്ട് ഡാനി മാത്യു അച്ഛൻ ഇന്ന് പുരോഹിത ശുശ്രൂഷകൾ തുടരുകയാണ്. ആരാധന, ആരാധന, ആരാധന. ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നും. അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. നമുക്കറിയാവുന്ന ഭാഷകളൊക്കെ അവരെ പഠിപ്പിച്ചു. ത്രിപുരയെപ്പറ്റി പറയുന്നത് ലിറ്ററസി കൂടിയ സംസ്ഥാനങ്ങളിലൊന്നായിരുന്നെന്നാണ് പറയുന്നത്. ശരിയാണ്, ഒരുപാട് സ്കൂളുകളുണ്ട്, എല്ലാ ഗ്രാമങ്ങളിലും സ്കൂളുകളുണ്ട്. പക്ഷേ പിള്ളേർക്കൊന്നും പഠനവുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടൊരു ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഒന്നും ഇല്ലയെന്ന് വേണേൽ പറയാം. അവർ സ്വന്തം പേരെഴുതാൻ പോലും അറിയാത്ത ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവരെ പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തി. ഞങ്ങൾ 2-3 അച്ഛന്മാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവരെ പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അപ്പം ആദ്യമേ ചെന്ന സമയത്ത് ഞങ്ങളൊരു ചെറിയ വീട്ടിൽ, ഒരു ചെറിയ മുറി, ഒരു കട്ടിലും ഒരു ചെറിയ ടേബിളും മാത്രം ഇടാന്നുള്ള റൂമിലാണ് ഞങ്ങളൊക്കെ താമസിച്ചത്. അപ്പോൾ കുറേ നാൾ അവരോട് താമസിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയൊരു വീട് അവരുടെ സ്റ്റൈലിൽ തന്നെ, അവരുടെ വില്ലേജുകളിലൊക്കെ എങ്ങനെയാണ് വീടുകൾ പണിയുന്നത് അതേ സ്റ്റൈലിൽ തന്നെ ടിൻ ഷീറ്റൊക്കെ വെച്ച് ഞങ്ങളും വീട് പണിതു. അവിടെ താമസിച്ചുകൊണ്ട് അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അപ്പം ചില സമയത്തെങ്കിലും അവരുടെ കൂട്ടത്തിൽ പോയി അവരെന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ടോ ആ ജോലികളൊക്കെ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ അവരുടെ പാടങ്ങളിലേക്ക് ചെന്ന് ഗോതമ്പ് കൊയ്യാനും ചോളം കൊയ്യാനും, ചില സമയത്ത് നമ്മുടെ ചൂലുണ്ടാക്കുന്ന പുല്ലുണ്ടല്ലോ ആ പുല്ലൊക്കെ കൊയ്യാനും ഒക്കെ ഉള്ള അവരുടെ കൂട്ടത്തിലൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ പോയി അവരുടെ ഇടയിൽ അവരിൽ ഒരാളായിട്ട് ജീവിച്ചു തുടങ്ങിയപ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കി തുടങ്ങി. അവർക്ക് നമ്മളോട് കൂടുതൽ താല്പര്യമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അവർ നമ്മളെ അവരിൽ ഒരാളായിട്ട് കണ്ടു തുടങ്ങി. അപ്പം അവർക്കൊരു ദേവാലയം വേണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പിതാവിനോട്, ഭാഗ്യസ്മരണനായ ജേക്കബ് മാർ ബർണവാസ് പിതാവായിരുന്നു അന്ന് ഡൽഹി ഗുഡ്ഗാവ് രൂപതയുടെ മെത്രാൻ. അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ പള്ളി പണിതോ എന്നുള്ള ആശയം വന്നു. അദ്ദേഹം കുറച്ച് രീതിയിലൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഞങ്ങൾക്ക് കുറച്ച് പൈസയൊക്കെ തന്നു. നമ്മുടെ നാട്ടിലെ പോലെ അത്ര വലിയ ഭീമാകാരമായിട്ടുള്ള പള്ളികൾ അല്ലെങ്കിൽ അത്ര വലിയ പള്ളികളൊന്നും ആവശ്യമില്ല. അവിടെ ചെറിയൊരു ഷെഡ് മതി. 4-5 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ പണിത് തീർക്കാവുന്ന ചെറിയ ഷെഡുകൾ മതി. അപ്പോൾ ഞങ്ങൾ അവിടെ പണിയാൻ വേണ്ടി മേസ്ത്രിമാരെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ലോക്കൽ രീതിയിലുള്ള പണികൾ മാത്രമേ അറിയത്തുള്ളൂ, സാധാരണ രീതിയിലുള്ള പണികൾ മാത്രമേ അറിയത്തുള്ളൂ. അവരവിടെ പണിയുന്ന രീതിയിൽ ഈ ചെറിയ അരഭിത്തി കെട്ടി അതിന് മുകളിലോട്ട് ടിൻ ഷീറ്റ് അടിച്ച് കെട്ടുന്നതാണ് പേര്. ഇവർക്ക് മുകളിലോട്ട് ടിൻ ഷീറ്റിന് പകരം ഈ കട്ട വെച്ച് കെട്ടി ഉള്ള പണികൾ അറിയത്തില്ല.
ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങളും കൂടെ കൂടാം. ഇത്രയും നാൾ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പണികളൊക്കെ ഇല്ലെങ്കിൽ കപ്പയൊക്കെ നട്ടും അല്ലെങ്കിൽ വാഴയൊക്കെ നട്ടും കൃഷിയൊക്കെ ചെയ്തും അല്ലെങ്കിൽ പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കി മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ആയിട്ടുള്ള ഞങ്ങളപ്പം പ്രത്യേകിച്ച് ഈ സിമെൻറ്റ് പണീനെ പറ്റിയോ അല്ലെങ്കിൽ വീട് പണിയെ പറ്റി പ്രത്യേകിച്ച് ഒരു അറിവില്ല. എന്നാൽ അവരുടെ കൂട്ടത്തിലിറങ്ങി ആ പള്ളിയുടെ A to Z നമ്മളെന്താ പറയുക, ബേസ്മെൻറ്റ് മുതൽ അങ്ങ് പള്ളി പൂർത്തിയാകുന്നിടം വരെ എല്ലാ പണികളിലും ഞങ്ങൾക്ക് അവരുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ തന്നെ പണി ചെയ്തുകൊണ്ട് നമ്മളെന്താ പറയുന്നത്, ഒരു വീടിൻ്റെ വേർപ്പ് കൊണ്ട് നമ്മൾ പണിതെന്ന് പറയത്തില്ലേ, അതേപോലെ അങ്ങനെ പള്ളികൾ പണിയാനും അവർക്ക് വേണ്ടി 6-8 വീടുകൾ പലരുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ആശ്രമത്തിൽ നിന്ന് തന്നെ ഏകദേശം നമുക്കൊരു 6 വീടുകളോളം നമുക്കവിടെ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീടുകളൊക്കെ പണിയാൻ വേണ്ടി ഞങ്ങൾ തന്നെയാണ് ഇറങ്ങിയത്. ഞങ്ങൾ തന്നെ ഇറങ്ങി ആ വീടൊക്കെ പണിതു. ഇപ്പോഴും ആ ഒരു ഏകദേശം 2-3 വർഷം മുമ്പാണ്, ഒരു 3-4 വർഷത്തോളമായി ഞാൻ അവിടെ നിന്ന് പോന്നിട്ട്. അപ്പോൾ ചിന്തിക്കുമ്പം അതിപ്പോൾ എങ്ങനെ പണിതു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അറിയത്തില്ല. അപ്പോൾ അത് ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്തവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുള്ളൊരു മാർഗ്ഗങ്ങൾ, ഞങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ളൊരു മാർഗ്ഗങ്ങളായിട്ട് വേണം കരുതാം. ഈശോയെ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടുകൂടെ ജീവിക്കുക. ഈശോ പ്രത്യേകിച്ച് ഈശോയെ കൊണ്ട് സാധിക്കുന്ന രീതിയിലാണ് അവരുടെ അന്നത്തെ കാലത്ത് ജീവിച്ചത്. യഹൂദന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചിലപ്പോൾ കണ്ടറിഞ്ഞ് രോഗങ്ങൾക്ക് സൗഖ്യം കൊടുത്തു. അപ്പോൾ നമുക്ക് രോഗങ്ങൾക്ക് സൗഖ്യമൊന്നും കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമുക്ക് ആകെ പറ്റിയിട്ടുള്ളത് അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായിട്ട് ജീവിച്ച് അവരുടെ ആവശ്യങ്ങൾ, അവർക്ക് നല്ല രീതിയിൽ കിടക്കാനായിട്ട് വസ്തുക്കളില്ലായിരുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ കിടക്കാനായിട്ട് വീടുകളില്ലായിരുന്നു. അപ്പം ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പലർക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന പലർക്കും വീടുകൾ ആയി എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതിനുശേഷം ആണ് ഞാൻ ഈ നാട്ടിലോട്ട് കടന്നത്. ഏകദേശം 6 വർഷത്തോളം മിഷനുകളിൽ കൊൽക്കട്ട, ത്രിപുര എന്നീ മിഷനുകളിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ നാട്ടിലോട്ട് കടന്നു വന്നത്. എന്നോടിപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആകെ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. എന്നെ കാണുന്ന എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് അച്ഛൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. എൻ്റെ മുഖത്ത് അറിയാതെ എപ്പോഴും ഫിറ്റ് ചെയ്തതുപോലൊരു പുഞ്ചിരി എൻ്റെ മുഖത്ത് ആരെ കണ്ടാലും ഉണ്ടാകാറുണ്ട്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്താ അച്ഛൻ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നത്. ഇപ്പം എൻ്റെ പള്ളിയിൽ ഉള്ള എല്ലാ ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അച്ഛൻ ഇപ്പോഴും ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കുന്നത്. വിഷമങ്ങളുണ്ടാകുമ്പോഴും എനിക്ക് പുഞ്ചിരിക്കാനേ തോന്നിയിട്ടുള്ളൂ. കാരണം എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ള അങ്ങനെ. അപ്പനെ ഞാൻ ഒരിക്കലും അങ്ങനെ കരയുന്ന ഒരാളായിട്ടോ അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരാളായിട്ടോ കണ്ടിട്ടില്ല. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും, എത്ര സങ്കടമുണ്ടെങ്കിലും, എത്ര പ്രയാസമുണ്ടെങ്കിലും ഒരു ചെറിയ പുഞ്ചിരിയോടെ എല്ലാത്തിനും നേരിടുന്നൊരു അപ്പനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ അപ്പൻ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളൊരു വലിയ മാതൃക, അതെനിക്ക് തോന്നിയിട്ടുള്ളത് ഈശോ കാണിച്ചു തന്നിട്ടുള്ള മാതൃകയാണ്. ഈശോ എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ടാണ് നേരിട്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറയും, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഒരു നേരത്തെ സന്തോഷമെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, അത് ഈവൻ ഒരു പുഞ്ചിരിയിലൂടെ ആണെങ്കിലും അത് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഈശോ പറഞ്ഞു തന്നിട്ടുള്ള, എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള, നമ്മളോട് എല്ലാവരോടും പറഞ്ഞു തന്നിട്ടുള്ള സുവിശേഷവൽക്കരണം എന്ന് പറയാം. അപ്പം എനിക്ക് സുവിശേഷം കൊടുക്കാനുള്ളത് മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ സന്തോഷവാന്മാരോ സന്തോഷവതികളായിട്ടോ മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പുഞ്ചിരിയിലൂടെ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കണം. അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിലും അതുണ്ടാവട്ടെ എന്ന് തന്നെ കർത്താവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കർത്താവ് എന്നെ അനുഗ്രഹിക്കും, അതാണ് എൻ്റെ ആഗ്രഹവും, അതാണ് എൻ്റെ പ്രാർത്ഥനയും. എൻ പ്രേമഗീതമാ ക്രിസ്തു സ്നേഹത്തിൽ അധിഷ്ഠിതമായ സഹജീവി സ്നേഹത്തിലൂടെ അനേകരിലേക്ക് ക്രിസ്തു സ്നേഹം പകർന്നു നൽകി തൻ്റെ ശുശ്രൂഷകളും ജീവിതവും തുടരുകയാണ് ഫാദർ ഡാനി മാത്യു OAC അച്ഛൻ. നാലാഞ്ചിറ ബദനി നവജീവൻ പ്രോവിൻസ് ആശ്രമാംഗം ഫാദർ ഡാനി മാത്യു OAC അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വലിയതാണെനിക്ക് ആരാധന ആരാധന ആരാധന